വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ റീച്ചാൻ്റെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ ഒന്നിച്ച് ഞങ്ങളൊന്ന് കൂടിയതാണ്. റീച്ചൻ്റെ ചേട്ടനും ചേട്ടത്തിയും വേറൊരു ചേട്ടൻ്റെ വൈഫും മക്കളും എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു അനിയനും എല്ലാം കൂടെ കൂടിയുള്ള ഒരു വ്ളോഗാണിത്. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നെക്സ്റ്റ് ഒരു കല്യാണം എന്നുള്ളതിൽ അടുത്ത ചാൻസ് ഉള്ളത് എൻ്റെ മോളപ്പുറത്തിരിക്കുന്ന ജിൻഡയ്ക്കാണ്. ജിൻഡ എന്ന പേര് ജിൻഡയ്ക്കാണ്. അപ്പോൾ അവൾ നഴ്സിംഗ് ഒക്കെ ഏകദേശം ഫൈനൽ ഇയറാണ്, കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അവളോട് ഇങ്ങനെ ഞങ്ങൾ തമാശയ്ക്ക് അവളോട് ചോദിക്കുക, നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് കല്യാണം കഴിക്കാൻ എങ്ങനത്തെ ചെക്കന്മാരെ ആഗ്രഹം, അങ്ങനത്തെ ചോദിച്ചാൽ അവളെ കളിയാക്കിക്കൊല്ലോ. അവൾ പറയുന്നുണ്ട് അയ്യോ ഒന്നും മിണ്ടായി മതി എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചേട്ടൻ ക്ഷണിച്ചനുസരിച്ച് ആരുടെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയത്. നിങ്ങൾ കണ്ടത് കപ്പ ബിരിയാണിയാണ്. കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്തുള്ളവരാണ്. അദ്ദേഹം നന്നായിട്ടത് കുക്ക് ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആക്ച്വലി കേട്ടോ. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വോയിസ് ഓവർ കൊടുക്കുവാണല്ലോ, അപ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. ആക്ച്വലി ഇത് കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്തുവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പും എല്ലാം കൂടെ നല്ല രുചി ഉണ്ടായിരുന്നു. കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് കറി എല്ല് കറിയായിട്ടും ഉണ്ടായിരുന്നു, കുറച്ച് സാലഡ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് അത്യാവശ്യം എന്താ പറയുക ബാലൻസ് ചെയ്ത് പോകാൻ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കാരണം പിള്ളേർ സെറ്റുകൾ എല്ലാവരും ഒന്നും കപ്പയും ബീഫും ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മുട്ടക്കറി വരെ ഉണ്ടായിരുന്നു, എഗ് കറി വരെ ഉണ്ടായിരുന്നു. കാരണം വേണ്ടവർക്ക്, ഇതൊന്നും കഴിക്കാത്തവർക്ക് എഗ് കറി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാം വർധനമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എല്ലാവരും നന്നായിട്ട് എല്ലാവരും കഴിച്ചു ആക്ച്വലി കേട്ടോ. എൻ്റെ പപ്പായ ഉണ്ടായിരുന്നു. ഇപ്പം വന്നത് റീച്ചൻ്റെ ചേട്ടത്തിയാണ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം എല്ലാവരും ഒക്കെ ഇരുന്ന് അടിപൊളി കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു രസമായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു, സന്തോഷമായിട്ട് എല്ലാം ഫുഡൊക്കെ കഴിച്ചു. ഓരോരുത്തരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിർബന്ധിച്ച് ഓരോ പീസെങ്കിലും കഴിക്കാൻ പറഞ്ഞ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ആ എല്ലൊക്കെ എന്തോ രുചിയായിരുന്നു അറിയാമോ. അതിൻ്റെ ആ ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന്. ഞാൻ നന്നായിട്ട് അനത്തുമായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി ബീഫിൻ്റെ എല്ലാം നോക്കുന്നത്. എനിക്കാണെങ്കിൽ എല്ലും മുള്ളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ കൊതി വരുന്നുണ്ട്. നോക്കിയേ, അയ്യോ അപ്പം അടിപൊളി, ഒന്നും പറയാനില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് സന്തോഷമായിട്ട്. ഓക്കെ, താങ്ക് യു.